എന്തായിരുന്നു രേണു അതിനകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ട്? ജിനുവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. ഇനി മേലെ എന്റെ കാര്യത്തിൽ ഇടപെടില്ല. പല സ്ഥലത്തും പക്ഷേ രേണുവിനെ എന്താ പറയുക പേഴ്സണലി പറഞ്ഞു, പേഴ്സണലി ഇൻസൾട്ട് ചെയ്തു. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ കൂട്ടുനിൽക്കുന്നത്? സാറേ, ഞാൻ ആവശ്യമില്ലാത്ത ഒരു പണിക്കും കൂട്ടുന്നില്ല. ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതിനും റിയാക്ട് ചെയ്തില്ല. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ കുടുംബക്കാരല്ലേ? എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. അവൻ അത്ര വലിയ പുണ്യമുള്ളായിരുന്നെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. സത്യത്തിൽ ഇറങ്ങി പോകുന്നത് അബദ്ധം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊന്നായിരുന്നില്ല ഭാഷ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് സംസാരിച്ചത്. രാവിലെ ഇംഗ്ലീഷ്, ഉച്ചക്ക് ഹിന്ദി. ഞാൻ ഇപ്പോഴാണ് നോർമലായി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തോ ഒരു മാസമായിട്ട് നോർമൽ അല്ല, നോർമാലിറ്റി ആയിരുന്നു. പറ്റുമെങ്കിൽ എന്നെ ഇതിനകത്ത് ഒഴിവാക്കി തരാം. ഇപ്പം ഭയങ്കരമായിട്ടൊരു വെട്ടം വീഴുന്ന പോലെ എനിക്ക് തോന്നി തലയിൽ. അതങ്ങനെയാണ് ഞാൻ ആലോചിച്ച് തന്നെ തരിച്ചു കയറുക അൾട്ടിമേറ്റ്ലി. രേണു ആരോട് അവിടെ പറഞ്ഞു കേട്ടു, ഞാൻ എന്നോട് പറ്റില്ല പോയില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത് അല്ലേ? പക്ഷെ ഇപ്പൊ പ്രൂവ് ചെയ്ത് തെറ്റിപ്പോയില്ലേ? ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടത്തിനും ശരിയാക്കി തരണം. നമ്മൾ എവിക്റ്റ് ആയ കുഴപ്പമില്ലായിരുന്നു, തൂറ്റ് പിന്മാറുക എന്ന് പറയുന്നത് അതിപ്പോ പ്രൂവ് ചെയ്യാൻ പോയത് തിരിഞ്ഞു പോയില്ലേ? അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതിനകത്ത് കയറി രേണു പറഞ്ഞൊരു ഡയലോഗ് എന്താ ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു ഓക്കെ രേണു ഭയങ്കര ഫയറാണ്, പക്ഷെ അതിലാരാ വെള്ളം ഒഴിച്ചത്? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല.